അമ്മ സംഘടനയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. വളരെ കാലത്തിന് ശേഷമാണ്, ഒരു വല്ലാത്ത മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരൊക്കെ മുതിർന്ന അംഗങ്ങളടക്കമുള്ളവരുടെ പിന്തുണ തേടാനുള്ള ഒരു ശ്രമങ്ങളിലുമാണല്ലോ. അതിനെപ്പറ്റി കൂടി മോദി, ഈ അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും അധികം പേർ മത്സര രംഗത്തുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 74 പേരാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകി മത്സര രംഗത്തുള്ളത്. സൂക്ഷ്മ പരിശോധന ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാവുകയും ചെയ്തു. ഇനി ഈ മാസം 31 വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമാണ്. അപ്പോഴായിരിക്കും ഒരു ചിത്രം തെളിയുക. കാരണം പാനലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പല അംഗങ്ങളും നിരസിക്കുന്നുണ്ടെങ്കിൽ പോലും പല പാനലുകളായി തിരിഞ്ഞുള്ള മത്സരം തന്നെയാണ് സംഘടനയ്ക്കകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും അനൂപ് ചന്ദ്രനും ദേവനും അടക്കമുള്ളവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതിശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കാൻ രംഗത്തുള്ളത്. ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു. അത് ജഗദീഷിനുള്ളൊരു പിന്തുണയായി ജോയ് മാത്യു ഒപ്പിടാതെ പത്രിക നൽകിയതാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജഗദീഷിന് മുതിർന്ന താരങ്ങളുടെ പിന്തുണയുണ്ട് എന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ആരൊക്കെ ഇനി പത്രിക പിൻവലിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു ചിത്രം തെളിയുക. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ മാറി നിൽക്കുന്നു, അഭിനേതാക്കൾ മാറി നിൽക്കുന്നു. പകരം ചില മുതിർന്ന അംഗങ്ങളും യുവതലമുറയിലെ ഒരു മാറ്റം വരട്ടെ, ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. എനിക്ക് തോന്നുന്നു അമ്മ സംഘടനയിലെ അംഗങ്ങളും അക്കാര്യത്തിൽ തൃപ്തരാണ്. റിയ ബേബിയാണ് വിശദവിവരങ്ങൾ നൽകിയത്.